തീർച്ചയായും ഞങ്ങൾ അങ്ങനെ കരുതുന്നുണ്ട്. ഞങ്ങൾ ഈ രംഗത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഇങ്ങനെ ഒരു പുറപ്പാട് നടത്താനുള്ള പ്രധാന കാരണം ഇതിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് താല്പര്യമുണ്ട്. കാരണം മുസ്ലിം ലീഗിനെയും സമത്വയും രണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കം ഇവിടെ നടക്കുന്നുണ്ട്. സിപിഎം പിന്നിൽ നിന്ന് കരുതുന്നുണ്ടോ? സംശയം എന്താണ് ആ കാര്യത്തിൽ? അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയ നേട്ടമുണ്ട്. രാഷ്ട്രീയ നേട്ടമുള്ള ഏത് പ്രവർത്തനത്തിനും ഏത് രാഷ്ട്രീയ പാർട്ടിയും മുന്നോട്ട് വരും. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടായാൽ ഒരുപാട് നേട്ടമുണ്ട്. കാരണം രണ്ടിലും ഉള്ളത് ഒരേ ആളുകളാണ്. ഒരേ ആളുകൾ പിളർന്നാൽ തീർച്ചയായും അവർക്കത് ഗുണമുണ്ട്. ഇപ്പോൾ ഉദാഹരണം മുനമ്പം വിഷയം, ഞാനതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് പോകുന്നില്ല. അത് പണ്ഡിതന്മാരും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരും തീർക്കേണ്ട വിഷയമാണ്. അത് അവർ തീർക്കുന്നതിന് ചർച്ച ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്. ഇവിടെ പണ്ഡിത സംഘടനയുണ്ട്, മതസംഘടനാ കൂട്ടായ്മയുണ്ട്, ഗവൺമെന്റ് ഉണ്ട്, കോടതിയുണ്ട്. അത് കൈകാര്യം ചെയ്യട്ടെ. പക്ഷെ അവിടെ ലത്തീൻ കത്തോലിക്കർ എന്ന് പറയുന്ന വിഭാഗം അവരാണ് അവിടെ ഇപ്പോൾ താമസിച്ചുള്ളത്. അതിൽ കയ്യേറി താമസിച്ചവരും വില കൊടുത്ത് വാങ്ങി താമസിച്ചവരുണ്ട്. അതുപോലെ തന്നെ അവിടെ ധീവരരാണുള്ളത് മറ്റൊരു വിഭാഗം. ഈ രണ്ട് വിഭാഗമാണ് പ്രബലർ. ഈ രണ്ട് വിഭാഗം UDFന്റെ കൂടെ നിന്ന ആളുകളാണ്. ഈ UDFന്റെ കൂടെ നിന്ന ഈ രണ്ട് വിഭാഗം ആളുകളുടെ വോട്ട് ഈ ഇലക്ഷനിൽ UDFന് കിട്ടുന്നതിന് പകരം BJPക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ UDFിലേക്ക് പോകുന്ന വോട്ട് BJPയിലേക്ക് പോയി കഴിഞ്ഞാൽ നേട്ടം ആർക്കാണ് എന്നറിയാൻ ഒരു സാധാരണ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അറിയാം. അതിന്റെ നേട്ടം കിട്ടുന്ന മറ്റൊരു മുന്നണിക്കാണ്, UDF മുന്നണിക്കല്ല. BJPക്ക് വോട്ട് പോകുമ്പോൾ അതിന്റെ നേട്ടം വരുന്നത് ആ ചുളിയിലൂടെ വിജയിക്കാൻ കഴിയുന്നത് LDFനാണ്. അത് ആർക്കും അറിയാം. ആ തന്ത്രം അവരെടുക്കും. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവരുടെ രാഷ്ട്രീയ പോളിസിയാണ്. CPM എടുക്കും. പക്ഷെ CPMന്റെ അത്തരം ഒരു സാഹചര്യത്തിന് അനുകൂലമായ സമീപനം ചില സംസ്ഥാന നേതാക്കൾ എടുക്കുന്നു. ഞാൻ പറയുന്നത് അതാണ്. CPM ആ സമീപനം എടുക്കുന്നത് അവരുടെ രാഷ്ട്രീയ തന്ത്രമാണ്. ആ തന്ത്രത്തിൽ നമ്മുടെ ആളുകൾ വീണു പോകാൻ പാടില്ല. സമസ്തക്കാർ വീണു പോകാൻ പാടില്ല. ആ സമസ്തക്കാർ വീണു പോകുമ്പോൾ അവരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് അവരെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ CPMനെ കുറിച്ചല്ല പറയുന്നത്. അവർക്ക് അവരുടെ രാഷ്ട്രീയ പോളിസി അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. നമ്മളവരെ വിമർശിച്ചിട്ട് കാര്യമില്ല. മറിച്ച് മതത്തിനെതിരായ കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ നമ്മൾ എതിർക്കും. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ തട്ടമിടൽ വിഷയം വന്നപ്പോൾ നമ്മൾ എതിർത്തു. വഖഫ് നിയമനം സ്വാഭാവികമായും PSC കൊടുത്തപ്പോൾ നമ്മളത് അവകാശം ചോദിച്ചു വാങ്ങി. 80-20 വിഷയത്തിൽ നമ്മളെ അഭിപ്രായം നമ്മൾ പറഞ്ഞു. പക്ഷേ ഇത് അവരുടെ രാഷ്ട്രീയ പോളിസിയാണ്. പ്രത്യേകിച്ച് ഇതൊരു വർഗീയ വിഷയമായി ചിത്രീകരിക്കാൻ സാഹചര്യം ഉണ്ടാക്കിയാൽ നേട്ടം BJPക്കാണ്. ആ BJPക്ക് നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്ന പ്രവർത്തനം, അതിന് BJPക്കാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ രാഷ്ട്രീയ നയം അതാണ്. ഓരോരുത്തരുടെയും രാഷ്ട്രീയ നയം അവർ നടപ്പാക്കും. അതിനവരെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. നമ്മൾ അവെയറാവുകയാണ് വേണ്ടത്. വി മേ അവെയർ ആൻഡ് ബിവെയർ. നമ്മളാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യം. BJP അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. BJP അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അവരുടെ നയം അതല്ലേ. അതുകൊണ്ട് നമ്മൾ ബിവെയർ ആവണം. നമ്മൾ ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിനെയും സമസ്തയെയും തെറ്റിക്കാൻ ഇടയ്ക്കൊരാൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ അയാളെ തിരിച്ചറിയാൻ കഴിയാതെ നമ്മളെന്തിനാ തമ്മിൽ തല്ലുന്നത്? ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ പറഞ്ഞ ആളുകൾ മുഴുവൻ നമ്മൾ സമസ്തയുടെ പ്രവർത്തന രംഗത്ത് കാണുന്ന മറുഭാഗത്ത് ആദർശ സമ്മേളനം എന്ന പേരിൽ സമ്മേളനം വെച്ച് ആദർശം പറയുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ആദർശത്തോടൊപ്പം അവർ ചിലത് കൂട്ടിച്ചേർക്കുന്നുണ്ട്.